കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം മനു മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ സ്കൂൾ എത്തിയ ഉടനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് മാർക്ക് കൂടുതലുള്ളവരും ഉണ്ടായിരിക്കും, കുറവുള്ളവരും ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ എന്തായാലും എൻ്റെ കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. നിങ്ങൾ അത് എന്തായാലും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എന്ത് ചെയ്തു, നിങ്ങളത് ആൻസർ ഷീറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ? അപ്പൊ ഇനി വരുന്ന എക്സാംസിലേക്ക് മാത്രം നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്തോളാം കേട്ടോ. കഴിഞ്ഞ എക്സാം എന്തോ ആയിക്കോട്ടെ, അത് വിട്ടേക്കുക. ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മെയിൻ എക്സാം ആണെങ്കിലും അതൊക്കെ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യണം, വേണ്ടേ? അപ്പൊ അതിന് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുന്ന മാത്സിലെ ചാപ്റ്റർ ആണ് നമ്മളുടെ പാർട്ട് നമ്പർ അല്ലെങ്കിൽ ഭാഗങ്ങളുടെ സംഖ്യ എന്നുള്ള ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ഇപ്പൊ ഞാൻ ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, അറിയുന്നവര് ഓടി വന്നിട്ട് നമ്മൾ ചാറ്റ് ബോക്സിൽ എന്താണ് ആൻസർ എന്നുള്ളത് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് കേട്ടോ, ഒന്നുമില്ല. ഫിഗേഴ്സുകൾ 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ 3 ഫിഗേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് രണ്ടാമത്തെ കോളത്തിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇവിടെ കൊടുക്കാം A, B, C. ഇതിലും കൊടുക്കാം കേട്ടോ, A, B, C. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്നെ പറയാ, എക്കില്ലേ നമുക്ക് ആദ്യത്തെ ഫിഗറിലുള്ള എ എന്ന് പറയുന്ന ഫിഗറിനെ യോജിച്ചത് ആരാണ്? സോ നിങ്ങൾ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതില് ഒരു സർക്കിളിനെ 4 ഈക്വൽ ആയിട്ടുള്ള പീസുകളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു സർക്കിളിനെ 4 ഈക്വൽ പീസസ് ആക്കിയതിൽ ഒരെണ്ണത്തിനെയാണ് നമ്മൾ ഏത് രീതിയിൽ വിളിക്കുന്നത്? യെസ്, 1/4 എന്ന് വിളിക്കുന്നത്. 1/4, 4ൽ 1 എന്ന് പറയും. സോ 1/4 ഇതിലുണ്ടോ? ഉണ്ടല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ട്. ഓക്കെ, റെഡി. ഇനി അടുത്തത് ബി ആണ് അല്ലെ? ബി നമുക്കൊന്ന് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ 2 കഷ്ണമാക്കിയിട്ടുണ്ട്, അതിൽ ഒരെണ്ണം. അപ്പൊ നോക്കിയേ, ഒരു സർക്കിളിനെ നേരെ പകുതി ആക്കുകയാണ് ഇവിടെ ചെയ്തത്. പകുതി അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, 2 കഷ്ണത്തിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലെ? 1/2. അപ്പൊ 1/2 ഇതിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ ആണ്. ദെൻ നമുക്ക് എന്തായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കോളം. അപ്പൊ മൂന്നാമത്തെ കോളം നോക്കിക്കേ നിങ്ങൾ, എന്താ അതില് ഒരു സർക്കിളിനെ 3 ഈക്വൽ പീസസ് ആക്കിയതിൽ ഒരെണ്ണം. അതെങ്ങനെയാ വരാ? 3 എണ്ണത്തിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാല് 1/3 ആയിരിക്കും വരും അല്ലെ? 1/3. അപ്പൊ നമ്മളുടെ ആൻസർ ഏതിലേക്ക് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് യോജിപ്പിക്കാൻ പറ്റും അല്ലെ? അപ്പൊ എ കോളം നേരെ എത്തുന്നത് സിയിലാണ്, ബി കോളം എയിലാണ് എത്തുന്നത്, സി കോളം ബിയിലാണ് എത്തുന്നത്. സുഖമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്, പോട്ടെ, സാരമല്ല. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ ഒരു കോളം യോജിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നും മാറ്റമൊന്നുമില്ല. സോ ഈ ഒരു കോളം നിങ്ങൾ ആദ്യം തന്നെ ചാടി കയറി പറയാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സിൽ ഞാൻ പറയുന്നതിന് മുൻപേ ചാടി കയറി പറഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കൂടെ അതിൻ്റെ അകത്തൊന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഇത് മാത്രമാണോ പഠിക്കാനുള്ളത്? അല്ല, ഈ ചാപ്റ്ററിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. സോ ഈ ചാപ്റ്ററിന്റെ ലൈവായിട്ട് ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. പക്ഷേ എന്റെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മളുടെ എല്ലാ സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ നമ്മളെ സൈലത്തിന്റെ പൃഥ്വി ബാച്ചിൽ, സൈലത്തിന്റെ സ്വന്തം നമ്മളെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഓണപരീക്ഷ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. ഇനി ആരും സമയം വൈകണം. നമുക്ക് ഇപ്പൊ 10% ഡിസ്കൗണ്ടില് ഓണം 10 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് പൃഥ്വി ബാച്ച് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഓടി വന്ന് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇതേ ഓണം എക്സാം പോലെ ഇനിയും അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമും മെയിൻ എക്സാമിനും കണ്ടുമുട്ടണം. സോ മറക്കണ്ട, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ബൈ ബൈ, സീ യു.